ഉലകത്തെ ഊട്ടും നാഥനേ, ഊട്ടി തായ്പാലിനാലേ നീ ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ വേദപഠന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ വചനം പഠിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് പഠിക്കുന്നത്. കാരണം ഓരോ വചനവും വെച്ച് നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുന്ന സാഹചര്യമാണ് വചന പഠന ശുശ്രൂഷ. എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമോ അത് വരുത്താനും, എന്തെല്ലാം നന്മകൾ കൂട്ടിച്ചേർക്കണമോ അതെല്ലാം കൂട്ടിച്ചേർക്കാനും, എന്തെല്ലാം തിന്മകൾ ഉപേക്ഷിക്കണമോ അതെല്ലാം ഉപേക്ഷിക്കാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഉൾക്കാഴ്ച തരുന്ന സമയമാണ് വചന ശുശ്രൂഷയുടെ സമയം. ദൈവം അനുഗ്രഹീതമായൊരു സമയം നമുക്ക് നൽകിയതിനെ ഓർത്ത് നന്ദിയോടുകൂടെ സ്തുതി അർപ്പിച്ച് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന ഈ അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, എന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേ എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായമായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച നാം പഠിക്കാൻ പരിശ്രമിച്ചത്. അതിൻ്റെ ആദ്യ ഭാഗത്ത് യേശുതമ്പുരാൻ യോഹന്നാൻ സ്നാപകന് കൊടുക്കുന്ന മറുപടിയും, യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിലെ നല്ല വശങ്ങൾ, ഒത്തിരി നല്ല വശങ്ങൾ പറയുകയും അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ കുറവിനെ പറ്റി പറയുന്ന ഒരു ഭാഗമായിരുന്നു ആദ്യത്തെ ഒരു ഭാഗം. അതിനുശേഷം രണ്ടാമത്തെ ഭാഗം യേശുക്രിസ്തു വചന ശുശ്രൂഷകൾ നടത്തിയ, യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച ദേശങ്ങൾ മാനസാന്തരപ്പെടാതിരുന്ന ആ ദേശങ്ങളെ നോക്കി യേശു തമ്പുരാൻ അവർക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞവരെ ശാസിക്കുന്ന ഭാഗമാണ് രണ്ടാമത് നമ്മൾ കണ്ടത്. മൂന്നാമത് യേശു തമ്പുരാൻ സൗമ്യതയുടെ, എളിമയുടെ ആവശ്യകത പറഞ്ഞുകൊണ്ടാണ് 11-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. എൻ്റെ 29-ാമത്തെ വാക്യം ഇപ്രകാരമായിരുന്നു: ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുമെന്നും ഉള്ള ആഹ്വാനത്തോടു കൂടെയാണ് യേശു 11-ാമത്തെ വിശുദ്ധ മത്തായി 11-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. 12-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ആ കാലത്ത് യേശു ശബ്ബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നുപോയി. അവൻ്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിർ പറിച്ച് തിന്നു തുടങ്ങി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കൂടെ നടന്നിട്ടും ശിഷ്യന്മാർക്ക് എന്തുണ്ടായിരുന്നു? വിശപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ഉപവാസം, തലേ ദിവസമൊക്കെ ചിലപ്പോൾ ഉപവാസം എടുത്തതായിരിക്കാം. അന്ന് രാത്രി ഭക്ഷണം കഴിക്കാതെ ഉപവാസം എടുത്തതുകൊണ്ടായിരിക്കാം രാവിലെ പള്ളിയിൽ പോകുന്ന വഴിക്ക് വെച്ച് ഗോതമ്പ് പാടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഗോതമ്പ് കതിരുകൾ പറിച്ച് അത് കൈകൊണ്ട് തിരുമ്മി അതിലുള്ള ഗോതമ്പ് മണികൾ എന്ന് വിശപ്പ് അടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ ശിഷ്യന്മാർക്ക് അത്ര സമൃദ്ധി മാത്രമുള്ള നാളുകൾ മാത്രമല്ലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് വിശപ്പുണ്ടായിരുന്നു, പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ഒരു കാരണം യേശു ഉപവാസം എടുക്കാനായിട്ട് അവരെ
അഭ്യസിപ്പിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. അതോടൊപ്പം തന്നെ ആവർത്തന പുസ്തകം ഒന്ന് എടുക്കാമോ? ആവർത്തന പുസ്തകം 23-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിച്ച്. ആവർത്തനം 23-ന്റെ 25. ആവർത്തന പുസ്തകം 23-ാം അധ്യായം 25-ാമത്തെ വാക്യം. കൂട്ടുകാരന്റെ വിളഭൂമിയിൽ കൂടി പോകുമ്പോൾ നിനക്ക് കൈകൊണ്ട് കതിർ പറിക്കാം, എങ്കിലും കൂട്ടുകാരന്റെ വിളവിൽ അരിവാൾ വെക്കരുത്. പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു കൽപ്പനയുണ്ടായിരുന്നു യഹൂദന്മാർക്ക്. കൂട്ടുകാരന്റെ വയലിന്റെ വരമ്പത്തൂടെ പോകുമ്പോൾ അവന്റെ വയലിലെ കതിർ പറിച്ച് തിന്നാം, പക്ഷെ അതിനകത്ത് അരിവാള് വെക്കരുത്. അതായത് അത് കൊയ്തുകൊണ്ട് പോകരുത്. എന്നാൽ നിനക്ക് വിശക്കുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് കുറച്ചൊക്കെ പറിച്ച് നിങ്ങൾക്ക് തിന്നാമെന്ന് പറയുകയാണ്. ഇപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈന്തപ്പഴം സമൃദ്ധമായിട്ട് കഴിക്കാം. അതായത് ആ തോട്ടത്തിലൊക്കെ കയറി കഴിക്കാം, പക്ഷെ അവിടെ നിന്ന് മുഴുവനും പറിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും മുഴുവനും കൊണ്ടുപോകാനായിട്ടുള്ള അനുവാദമില്ല. അതേപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആപ്പിളൊക്കെ ഉള്ള ദേശങ്ങളിൽ അവിടെ കയറി ആപ്പിള് പറിച്ച് തിന്നാം, വിശപ്പ് മാറുന്ന വരെയും പറിച്ച് തിന്നാൻ അനുവാദമുണ്ട്. പക്ഷെ അതിൽ കൂട്ടിലാക്കി അത് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് അനുമതിയില്ല. ഇതേപോലെ യഹൂദന്മാർക്കുള്ള ഒരു നിയമമായിരുന്നു. അവരുടെ മുന്തിരത്തോട്ടത്തിന്റെ അരികിലൂടെ പോകുമ്പോഴോ, ഗോതമ്പ് വയലിന്റെ അരികിലൂടെ പോകുമ്പോഴോ, ബാർലി കൃഷി ചെയ്തതിന്റെ അരികിലൂടെ പോകുമ്പോഴോ, ചോളം കൃഷി ചെയ്തതിന്റെ അരികിലൂടെ ഒക്കെ പോകുമ്പോൾ വിശപ്പുള്ളവനാണ് ആ വ്യക്തിയെങ്കിൽ അത് പറിച്ചു തിന്നാനുള്ള അനുമതി അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശിഷ്യന്മാർ അങ്ങനെ ചെയ്യുന്നത്. യേശു അതിനെ വിലക്കുന്നുമില്ല. പക്ഷെ എന്താ സംഭവിക്കുന്നത്? 2-ാമത്തെ വാക്യം, ഇതാ ശബ്ബത്തിൽ വിഹിതമല്ലാത്തത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നുവെന്ന് അവനോട് പറഞ്ഞു. അപ്പൊ ചെയ്തത് കതിര് പറിച്ച് തിന്നതിനെ അല്ല വിമർശിക്കുന്നത്. എന്തിനെ വിമർശിക്കുന്നത്? ഇവരുടെ പരിപാടി, പ്രധാനപ്പെട്ട പരിപാടി വിമർശനമാണ്. അപ്പൊ വിമർശനവുമായിട്ട് യേശുവിന്റെ പുറകെ എപ്പോഴും ഉണ്ട് പരീശന്മാരും സാധുക്യരും. യേശുവിൽ എന്ത് കുറ്റം ആരോപിക്കാൻ പറ്റുമോ അതിന് വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് നടക്കുന്ന ആളുകളാണ് ഈ പരീശന്മാരും സാധുക്യരും. പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് യേശുവിന്റെ ശിഷ്യന്മാർ ഏത് ദിവസം അത് പറിച്ചു തിന്നുന്നത്? ശാബത്ത് ദിവസമാണ് ഈ പരിപാടി ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം എടുക്കാമോ? 20-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ വായിച്ച്. അവിടെ 10 കൽപ്പനകൾ സീനായി മലയിൽ വെച്ച് ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുക്കുകയും ആ കൽപ്പനകൾ ഏതൊക്കെയാണെന്ന് വിവരിക്കുകയും ചെയ്യുന്നതാണ്. അതിൽ 4-ാമത്തെ കൽപ്പനയാണ് ശാബത്ത് ആചരണത്തെ പറ്റി അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 8 മുതൽ വായിക്കാമോ? ശബ്ബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബ്ബത്താകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബ്ബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. അപ്പൊ ദൈവം അവർക്ക് കൊടുത്ത കൽപ്പനയായിരുന്നു ശബ്ബത്ത് ദിവസം യാതൊരു വേലയും ചെയ്യാതെ ദൈവത്തിന്റെ കൂടെ ഇരുന്ന് ദൈവാരാധനയിൽ മുഴുകി നന്മ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ദൈവം അത്രമാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ. പക്ഷേ ഈ യഹൂദ മത നേതാക്കന്മാരും വേദപണ്ഡിതന്മാരും ഈ ശാബത്തിനെ പറ്റി അവര് വേണ്ടാത്ത കുറെ നിയമങ്ങൾ ഇതിന്റെ കൂടെ ചേർത്ത് വെച്ചു. അതായത് ഈ ശാബത്തിൽ ഈ കതിര് പറിച്ച് തിന്നുക എന്നുള്ളത് അനുവദനീയമല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ. കാരണം ബാക്കി ഏത് ദിവസം വേണേലും പറിച്ച് തിന്നാം, അത് കൊയ്യുന്നതിന് തുല്യമായിരുന്നു എന്നായിരുന്നു അവരുടെ നിയമം. അതായത് ഈ കാലഘട്ടത്തിലും അവര് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്ന ഒരു നിയമമാണ് ശാബത്ത് നിയമം. അവരുടെ വീടുകളിൽ സ്വിച്ച്, അതായത് ഇലക്ട്രിക്കൽ സ്വിച്ച് ഇടുന്നത് പോലും ശാബത്ത് ദിവസം അവർക്ക് അനുവദനീയമല്ല. അതുകൊണ്ട് സ്വിച്ച് ഇടാൻ അന്നത്തെ ദിവസം ഏതെങ്കിലും ജോലിക്കാരെയൊക്കെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും പരിപാടി അവര് ചെയ്തു വെക്കും. അപ്പൊ അത്രമേൽ ഈ നിയമത്തെ
വികലമാക്കിയ ഒരു സമൂഹമായിരുന്നു യഹൂദന്മാർ. അതായത് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് പോലും ശാപം ആചരിക്കാനാണ് എന്നുള്ള ഒരു ധ്വനി അവരുടെ നിയമ സംഹിതകളിലൂടെ ഉണ്ടായി. എന്നാൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ശാപം ആചരിക്കാൻ വേണ്ടിയിട്ടല്ല. ശാപത് മനുഷ്യന് വേണ്ടി. ചില നിയമങ്ങൾ, എന്തിനാ നിയമങ്ങൾ തരുന്നത്? മനുഷ്യ ജീവിതത്തിന് ഒരു പ്രൊട്ടക്ഷനും അതിലൂടെ ഒരു നന്മയും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ട്രാഫിക് നിയമങ്ങൾ, ഈ ട്രാഫിക് നിയമങ്ങൾ ഇത് നൽകിയിരിക്കുന്നത് മനുഷ്യന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ ആംബുലൻസ് ഈ സുരക്ഷ നോക്കി നിന്ന് കഴിഞ്ഞാൽ മനുഷ്യന് അത് അപകടമായി തീരില്ലേ? അതുകൊണ്ട് യേശു ഇവരുടെ ഈ ശാപത്തിന്റെ തെറ്റായ ആചരണങ്ങളെ എല്ലാം തച്ചുടയ്ക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് യേശുവിനെതിരായി ഈ പരീശന്മാർക്കും സാധുക്യർക്കും യഹൂദന്മാർക്കും വലിയ ശത്രുത ഉണ്ടായതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം യേശു ഇവരുടെ ശാപത ആചരണത്തിലെ തെറ്റായ എല്ലാ വശങ്ങളെയും പൊളിച്ചടക്കുകയാണ്. അതാണ് യേശു ഇവിടെ ഇത് പറയുമ്പോൾ തന്നെ യേശു ഈ പരീശന്മാരെയും സാധുക്യരെയും നിശിതമായിട്ട് വിമർശിക്കുകയും ശിഷ്യന്മാരെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുകയും ചെയ്യുകയാണ്. അതായത് 3-ാമത്തെ വാക്യം, അവൻ അവരോട് പറഞ്ഞത്, ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തത് എന്ത്? അവൻ ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്കും മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്കും തിന്മാൻ വിഹിതമില്ലാത്ത കാഴ്ചയപ്പം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അപ്പൊ 1-ാമത്തെ യേശുവിന്റെ ആർഗ്യുമെന്റ് ആണ്. അതായത് ശാബത ദിവസം പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാൻ അർഹതയുണ്ടായിരുന്ന കാഴ്ചയപ്പം അത് വാങ്ങി ഭക്ഷിച്ചു. 1 ശമൂവേൽ 21:1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഇത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങളത് വായിച്ചാൽ മതി. 1 ശമൂവേൽ 21:1 മുതൽ 6 വരെയുള്ള വാക്യം. ഒരു യുദ്ധത്തിന് പോകുന്ന സാഹചര്യത്തിൽ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ വല്ലാതെ പ്രയാസപ്പെടുന്ന ദാവീദ് അവിടുത്തെ ദേവാലയത്തിൽ ചെന്ന് അദ്ദേഹം ഈ ഭക്ഷണം ചോദിക്കുമ്പോൾ കാഴ്ചയപ്പം മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷെ അത് പുരോഹിതന് അനുവാദം കൊടുത്തിട്ട് അദ്ദേഹം അത് അവർക്കും കൂടെയുള്ളവർക്കും ഭക്ഷണമായിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം 2-ാമത് യേശു നടത്തുന്ന ആർഗ്യുമെന്റ് ആണ്, ശബ്ബത്തിൽ പുരോഹിതന്മാർ ദേവാലയത്തിൽ വെച്ച് ശബ്ബത്തിനെ ലംഘിക്കുന്നു എങ്കിലും കുറ്റമില്ലാതെ ഇരിക്കുന്നുവെന്ന് ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ? അതായത് ശാബത ദിവസമാണ്. പക്ഷെ ശാബത ദിവസം പുരോഹിതന്മാര് ദേവാലയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവിടുത്തെ ജോലികളെല്ലാം അന്ന് ചെയ്യുന്നുണ്ട്. അതായത് ധൂപം അർപ്പിക്കുന്നുണ്ട്, കാഴ്ചയപ്പം ക്രമീകരിക്കുന്നുണ്ട്, മറ്റ് ബലികളും കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട്. കാരണം ശാപതാണെന്ന് പറഞ്ഞാൽ അത് നിർത്തുന്നില്ല. കാരണം അത് നിർത്താനായിട്ട് അനുവാദമില്ല. യേശു പറയുകയാണ്, പുരോഹിതന്മാർ ശാബത് ലംഘിക്കുന്നുവെങ്കിലും കുറ്റമില്ലാതെ ഇരിക്കുന്നുവല്ലോ. എന്നിട്ട് യേശു പറയുന്ന ഒരു കാര്യമാണ്, എന്നാൽ ദേവാലയത്തെക്കാൾ വലിയവൻ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആ ദേവാലയത്തിൽ നിങ്ങൾ ആരെ ആരാധിക്കുന്നോ അവനിതാ നിങ്ങളുടെ അരികിലുണ്ട്. അവന്റെ പുരോഹിതന്മാരാണ് ഈ നിൽക്കുന്ന 12 അപ്പോസ്തലന്മാർ. അതുകൊണ്ട് അവരെന്ത് ചെയ്താലും ഇത് ശാബത ലംഘനമല്ല എന്ന് യേശു പരീശന്മാരെയും സാധുക്യരെയും ബോധ്യപ്പെടുത്തുന്ന സാഹചര്യമാണ് ഈ സമയത്ത് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യഹൂദന്റെ തെറ്റായ വശങ്ങളെല്ലാം എടുത്ത് കളയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും അറിയാം, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലും കുറെ തെറ്റായ ആചാരങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ചൊവ്വാഴ്ച ദിവസം ചീത്ത ദിവസമാണ്, അന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അതേപോലെ വെള്ളിയാഴ്ച ദിവസം നല്ല ദിവസമല്ല, അന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറെ തെറ്റായ ആചാരങ്ങൾ നമ്മുടെ ഇടയിലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആ ആചാരങ്ങളൊന്നും ഫോളോ ചെയ്യാൻ പാടില്ല എന്ന് കർത്താവിന്റെ വചനം വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. അത് പൗലോസ്ലീഹായിലും ഗലാത്യ ലേഖനത്തിലും പറയുന്നുണ്ട്, നിങ്ങൾ ദിവസങ്ങളെയും മാസങ്ങളെയും ഒക്കെ ആചരിക്കുന്നുവോ ഇപ്പോഴും എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ഇടയിൽ അധ്വാനിച്ചത് വൃഥാവായി പോയല്ലോ എന്നോർത്ത് ഞാൻ ദുഃഖിക്കുന്നു എന്ന് പറഞ്ഞ് ഗലാത്യ സഭയോട് പറയുന്നതാണ്, നിങ്ങൾ എപ്പോഴും ഈ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ ആചരിക്കുന്നുവോ എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യഹൂദന്മാരുടെ ശാപത്തിന്റെ തെറ്റായ വശങ്ങളെയെല്ലാം യേശു തമ്പുരാൻ പൊളിച്ചടക്കുകയാണ്. അതിനുശേഷം യേശു പറയുകയാണ്, 7-ാമത്തെ വാക്യം, യാഗത്തിനല്ല
കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കുകയില്ലായിരുന്നു എന്ന് പറയുകയാണ്. അതായത് ബലിയെക്കാട്ടിലും കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ്? കരുണയാണ്. ഒരു വലിയ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് അപ്പുറത്ത് പോയി സഹോദരനെ ചതിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണോ? ആ ഒരു ജീവിത രീതിയെ കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. കർത്താവ് പറയുകയാണ്, ബലിയെക്കാട്ടിലും ഞാൻ ആഗ്രഹിക്കുന്നത് കരുണയാണ്. അതുകൊണ്ട് കരുണ ചെയ്യണം, അതിൻ്റെ കൂടെ ബലി അർപ്പിക്കണം, അതിൻ്റെ കൂടെ കരുണ ചെയ്യണം. അപ്പോഴാണ് കർത്താവിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. എന്നിട്ട് യേശു പറയുന്നു, മനുഷ്യപുത്രനോ ശബ്ബത്തിന് കർത്താവാകുന്നു. പിന്നീട് 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ യേശുതമ്പുരാൻ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ പുറകെ ആരുണ്ട്? യേശുവിന്റെ ശിഷ്യന്മാരെ വിമർശിച്ച ഈ അതേ പരീശന്മാരും സാധുക്യരും പുറകെയുണ്ട്, വേദപണ്ഡിതന്മാര് പുറകെയുണ്ട്. അപ്പൊ യേശു ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് യേശുവിനറിയാം. ഇനി അവിടെ വെച്ച് ആരെങ്കിലും സുഖപ്പെടുത്തുകയോ എന്തെങ്കിലും ചെയ്താൽ വീണ്ടും വിമർശനം ഉണ്ടാവും. അതുകൊണ്ട് യേശു അത് മനസ്സിലാക്കിയിട്ട് തന്നെ ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥനകളിൽ ഒക്കെ പങ്കാളിയായിരിക്കുമ്പോൾ ഇവിടെ കൈ ശോഷിച്ച ഒരു മനുഷ്യൻ കയറി വരികയാണ്. കൈ ശോഷിച്ച ഈ മനുഷ്യനെ കാണുമ്പോൾ യേശു തമ്പുരാൻ എല്ലാവരും കേൾക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്, അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ശബ്ബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളിൽ ഒരുത്തന് ഒരു ആടുണ്ട് എന്നിരിക്കട്ടെ, അത് ശബ്ബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ച് കയറ്റുകയില്ലയോ? അതായത് യേശുവിനെ ഈ ഒരു കാര്യത്തിൽ പ്രയാസപ്പെടുത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെല്ലാം യേശുവിന് മറുപടി ഉണ്ട്. ഈ കൈ ശോഷിച്ച മനുഷ്യനെ കർത്താവ് സുഖപ്പെടുത്താൻ ചിന്തിച്ചിരിക്കുമ്പോൾ തന്നെ പരീശന്മാരും സാധുക്യരും അവരുടെ ഉള്ളിൽ ഇതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ യേശു അവരോട് ഉച്ചത്തിൽ ചോദിക്കുകയാണ്, ശബ്ബത്ത് ദിവസം നിങ്ങളുടെ വീട്ടിൽ ഉള്ള ആടോ അല്ലെങ്കിൽ ഒരു പശുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗമോ കുഴിയിൽ വീണാൽ നിങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് അവരോട് ചോദിക്കുമ്പോൾ മറുപടി ഒന്നും പറയാനില്ല. കാരണം എന്താണ്? കുഴിയിൽ വീണ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? വലിച്ചു കയറ്റും. അപ്പൊ യേശു പറയുകയാണ്, അങ്ങനെയെങ്കിൽ ആ മൃഗത്തെക്കാൾ എത്രയോ വിലയേറിയവനാണ് ഒരു മനുഷ്യൻ. അതുകൊണ്ട് ശാബത ദിവസം ഈ മനുഷ്യന് ഞാൻ സൗഖ്യം കൊടുക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ലെന്ന് ഈ പരീശന്മാരെ വേദപണ്ഡിതന്മാരെ യേശു തിരുത്തുകയാണ്. അങ്ങനെ ആ മനുഷ്യന് സൗഖ്യം കൊടുക്കുന്നു. സൗഖ്യം കൊടുത്തു കഴിയുമ്പോൾ 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, പരീശന്മാരോ പുറപ്പെട്ടവനെ നശിപ്പിക്കുവാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു. പ്രിയപ്പെട്ടവരെ, യേശു ഇവരുടെ ജീവിതത്തിലെ ഒരു തെറ്റായ വശത്തെ കാണിച്ചു കൊടുക്കുകയും തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ എന്താ ഇവര് ചെയ്യുന്നത്? തിരുത്താനാണോ ശ്രമിക്കുന്നത്? മാനസാന്തരപ്പെടാനുള്ള ആഹ്വാനമായിട്ട് വരുമ്പോ മാനസാന്തരപ്പെടാൻ വരുന്ന ആഹ്വാനമായിട്ട് വരുന്ന ആ വ്യക്തിയുടെ വാക്ക് കേട്ട് മാനസാന്തരപ്പെടുകയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ കുറവ് പരിഹരിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആ ഒരു ആഹ്വാനമായിട്ട് വരുന്ന ആ വ്യക്തിയെ നശിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു തമ്പുരാൻ ഈ ഒരു കാര്യത്തിൽ വല്ലാതെ വേദനിച്ചിരുന്നു. ഈ പരീശന്മാരുടെയും സാധുക്യരുടെയും ഈ കഠിന ഹൃദയവും ഇവരുടെ ഈ മാനസാന്തരമില്ലായ്മയൊക്കെ ഓർത്ത് യേശു വല്ലാതെ വേദനിക്കുകയും അവരെ നിശിതമായിട്ട് വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ യേശുവിന്റെ ക്രൂശാരോഹണത്തിന് മുമ്പ് പരീശന്മാരെ സാധുക്യരെ നിങ്ങൾക്ക് കഷ്ടമെന്ന് പറഞ്ഞ് യേശു അവരോട് ശക്തമായിട്ട് വിമർശനം നടത്തുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പിന്നീട് 17 മുതലുള്ള വാക്യം ഒന്ന് വായിക്കുകയാണോ? 17ഉം 18ഉം വാക്യങ്ങളൊന്ന് വായിക്കാമോ? 19ഉം. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ പ്രിയൻ. ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വയ്ക്കും. അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും. അവൻ കലഹിക്കുകയില്ല, നിലവിളിക്കുകയില്ല. ആരും തെരുക്കളിൽ അവന്റെ ശബ്ദം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഓടെ അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തിക്കളയുകയുമില്ല. അവൻ ന്യായവിധി ജയത്തോളം നടത്തും. അവന്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും. എന്തെങ്ങനെ യെശയ്യാപ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. അതായത് യേശുതമ്പുരാനെ പറ്റി യെശയ്യാവ് 42:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലെ പ്രവചനമായിരുന്നു. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ പ്രിയൻ,
ഞാൻ എൻ്റെ ആത്മാവിനെ അവന്റെ മേൽ വെക്കും. അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും. അവൻ കലഹിക്കുകയില്ല, നിലവിളിക്കുകയില്ല, ആരും തെരുക്കളിൽ അവന്റെ ശബ്ദം കേൾക്കുകയുമില്ല. അതായത് ഈ കൊല്ലാനായിട്ട് ആലോചിക്കുമ്പോ യേശു അതിനെതിരെ ഒന്നും നിൽക്കുന്നില്ല. യേശു എന്താ ചെയ്യുന്നത്? യേശു അത് അറിഞ്ഞിട്ട് അവിടം വിട്ടുപോയി. അതായത് ഒരു പ്രയാസം ഉണ്ടാക്കാനായിട്ട് യേശു തുനിയുന്നില്ല. യേശു അതുകൊണ്ടാണ് പറയുന്നത് അവൻ കലഹിക്കുന്നില്ല, നിലവിളിക്കുന്നില്ല, ആരും തെരുക്കളിൽ അവന്റെ ശബ്ദം കേൾക്കുന്നുമില്ല. എപ്പോഴെല്ലാം യേശുവിനെ കൊല്ലാനായിട്ട് ഒരു പദ്ധതി ഇടുന്നോ അപ്പോഴെല്ലാം ഒരൊറ്റ സാഹചര്യം ഒഴികെ അപ്പോഴെല്ലാം യേശു അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കലഹമുണ്ടാക്കുന്ന ഒരു സാഹചര്യമോ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു സാഹചര്യമോ ഉണ്ടാകാൻ കർത്താവ് അനുവദിക്കുന്നില്ല. പിന്നീട് പറയുകയാണ്, ചതഞ്ഞ ഓട അവൻ ഒടിക്കുകയില്ല, പുകയുന്ന തിരി കെടുത്തി കളയുകയുമില്ല. അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, ചതഞ്ഞ ഓട, ആ ഓട പിന്നെ എന്തിനെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു തോരണം കെട്ടുക എന്ന് വിചാരിക്കുക. ചതഞ്ഞ ഓടയാണെങ്കിൽ ആ തോരണം കെട്ടിക്കഴിയുമ്പോൾ അത് ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യും? നമ്മളെടുത്തത് ദൂരെ കളയും. പക്ഷെ കർത്താവായ യേശു പറയുകയാണ്, ചതഞ്ഞ ഓട ഞാൻ ഒടിച്ചു കളയുകയില്ല, പിന്നീട് പുകയുന്ന തിരി കെടുത്തി കളയില്ല. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന തിരി നമുക്കറിയാം കരിന്തിരിയായി, പിന്നീട് അതിനെ ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും? നല്ല വിളക്കൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ കരിന്തിരി എടുത്ത് കളയും. പക്ഷെ കർത്താവ് പറയുകയാണ്, ആ കരിന്തിരി എടുത്ത് കളയുകയില്ല, അത് വീണ്ടും തീ കത്തിക്കാനായിട്ട് പരിശ്രമിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ബലഹീനതകൾ മനസ്സിലാക്കി അവന്റെ ബലഹീനതകളെ മനസ്സിലാക്കി അവനെ ഉൾക്കൊള്ളുന്നവനാണ് ദൈവമെന്ന് അല്ലെങ്കിൽ യേശു എന്ന് ഈ വചനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ചതഞ്ഞ ഓടയെ പോലെ, പുകയുന്ന തിരിയെ പോലെ പാപത്തിലൂടെ കടന്നുപോയ, ദുർബലമായ ജീവിത അവസ്ഥകളിലൂടെ കടന്നുപോയ, ബലഹീനതകളുള്ള അനേകർ യേശുവിന്റെ അടുക്കിലേക്ക് വന്നപ്പോഴും യേശു അവരെ ആരെയും ഉപേക്ഷിച്ചില്ല. അതായത് സ്വയം നീതീകരണവും ന്യായീകരണവുമായിട്ട് വന്നവരെ അല്ലാതെ യേശു പാപിയാണെന്നോ കുറവുള്ളവനാണെന്നോ ബലഹീനനാണെന്നോ പറഞ്ഞു വന്ന ആരെയും ഉപേക്ഷിക്കുന്നില്ല. അവരെല്ലാം യേശു ചേർത്ത് പിടിക്കുകയാണ്. അതാണ് യേശുവിനെ പറ്റിയുള്ള പ്രവചനം. ചതഞ്ഞ ഓടവൻ ഒടിക്കുകയില്ല, പുകയുന്ന തിരി കെടുത്തി കളയുകയുമില്ല. പിന്നീട് 21 വാക്യമാണ്, അത് പ്രവചനത്തിന്റെ നിവൃത്തിയാകുവാൻ സംഗതി വന്നു എന്ന് പറയുന്നു. പിന്നീട് യേശു തമ്പുരാൻ ഒരു കുരുടനും ഊമനുമായ ഒരു ഭൂതഗ്രസ്തനെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ് അവിടെ കാണുന്നത്. അതായത് കുറെ ആളുകൾ ചേർന്ന് ഒരു കുരുടനും അതേ സമയത്ത് തന്നെ സംസാരിക്കാൻ ശക്തിയില്ലാത്തവനുമായ ഒരു മനുഷ്യനെ കൊണ്ടുവരുന്നു. യേശു അവനെ സുഖപ്പെടുത്തുകയാണ്. അവനിൽ ഒരു പിശാച് ബാധയുണ്ടായിരുന്നു. ആ പിശാച് ബാധ വിട്ടുമാറുമ്പോൾ അവൻ സംസാരിക്കുകയും കണ്ണുകൊണ്ട് കണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതേ പരീശന്മാരും സാധുക്യരും എന്താ പറയുന്നത്? പുരുഷാരന്മാരെല്ലാം പറഞ്ഞു, വിസ്മയിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ ദാവീദ് പുത്രൻ തന്നെയല്ലോ എന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോ പരീശന്മാർ പറയുകയാണ്, 24 വാക്യം, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെയേസെൽബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. അവൻ അവരുടെ നിരൂപണം പറഞ്ഞ് അവരോട് പിന്നീട് യേശു പറയുകയാണ്, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ ശൂന്യമാകും, ഒരു പട്ടണമോ ഗ്രാമമോ തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ നിലനിൽക്കുകയില്ല. കഴിഞ്ഞ ആഴ്ചയിലെ വിശുദ്ധ എവൻഗേലിയോൻ ഭാഗം ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം അത് കേട്ടതാണ്. നമുക്കറിയാം, ഭാരതം അതിന്റെ ഉള്ളിൽ ആഭ്യന്തര കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭാരതത്തിന് നിലനിൽപ്പുണ്ടോ? ഭാരതത്തിന് നിലനിൽപ്പില്ല. കേരളത്തിൽ ആഭ്യന്തര കലഹം ഉണ്ടായാൽ കേരളത്തിന് നിലനിൽപ്പില്ല. ഏത് രാജ്യത്തിനാണെങ്കിലും അതിന്റെ ഉള്ളിൽ പരസ്പര കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിന് നിലനിൽപ്പില്ല. സിറിയ ദേശത്തെ പഴയ കാലഘട്ടത്തിൽ, അതായത് പ്രത്യേകിച്ച് പുതിയ നിയമത്തിന്റെ ആരംഭ കാലഘട്ടത്തിൽ ക്രൈസ്തവ കേന്ദ്രമായിരുന്ന സിറിയ, അതൊക്കെ ഇന്ന് നാശത്തിലേക്ക് പോയതിന്റെ ഒരു കാരണം ആഭ്യന്തര കലഹമായിരുന്നു. ആഭ്യന്തര കലഹം ഉള്ളത് കൊണ്ടാണ് അവിടെ വലിയ പ്രയാസങ്ങൾ. ക്രൈസ്തവ മേഖല മുഴുവനും ക്ഷയിച്ചു പോയതിന്റെ കാരണം ആഭ്യന്തര കലഹമായിരുന്നു. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഒരു രാജ്യം അതിന് തന്നെ വിരോധമായി ഛിദ്രിച്ചാൽ തീർച്ചയായിട്ടും ആ രാജ്യത്തിന് നിലനിൽപ്പില്ല. എന്നിട്ട് യേശു എന്താ അത് പറയാൻ ഉദ്ദേശിച്ചത്? സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ഛിദ്രിച്ചു പോയല്ലോ, പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? അപ്പൊ സാത്താന്റെ രാജ്യത്തിന് നിലനിൽപ്പുണ്ടാകണമെങ്കിൽ
സാത്താൻ തന്നെ സാത്താന്റെ പ്രവർത്തികൾക്ക് ശക്തി കൊടുക്കണം. സാത്താൻ തന്നെ ആളുകളിൽ നിന്ന്, സാത്താന്റെ തലവൻ തന്നെ ആളുകളിൽ നിന്ന് ഭൂതങ്ങളെ അല്ലെങ്കിൽ അവന്റെ ദൂതന്മാരെ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ അവന്റെ രാജ്യത്തിന് നിലനിൽപ്പുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു പറയുകയാണ്, ഈ ഇങ്ങനെയുള്ള ഇവരുടെ വാദങ്ങൾക്കെതിരായി യേശു പറയുകയാണ്, സാത്താനെതിരെ പ്രവർത്തിച്ചാൽ അവന് നിലനിൽപ്പില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു കുടുംബം, ആ കുടുംബത്തിൽ പരസ്പരം കലഹമാണെങ്കിൽ ആ കുടുംബത്തിന് നിലനിൽപ്പില്ല. അതേപോലെ തന്നെ ഒരു ജോലി സ്ഥലത്ത് ഉള്ള വ്യക്തികൾ തമ്മിൽ ഐക്യമില്ലെങ്കിൽ, ഐക്യത്തിന്റെ ആത്മാവിൽ വ്യാപരിക്കുന്നില്ലെങ്കിൽ ആ കുടുംബത്തിന് അല്ലെങ്കിൽ ആ ജോലി മേഖലയ്ക്ക് നിലനിൽപ്പുണ്ടാവില്ല. അതേപോലെ തന്നെ ഒരു ഇടവക, ആ ഇടവകയിൽ പരസ്പര സഹകരണവും സഹവർത്തിത്വവും ഇല്ലാതെ ഐക്യത്തിന്റെ ആത്മാവിൽ വ്യാപരിക്കാതെ മുന്നോട്ട് പോയാൽ ആ ഇടവക തകരും, അതിന് വളർച്ച ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ തളർച്ചയുടെ ദുരാത്മാവുമായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. യേശു പറയുന്നുണ്ട്, ഇടർച്ച ഉണ്ടാക്കുന്നവർക്ക് അയ്യോ കഷ്ടമെന്ന് യേശു പറയുന്നുണ്ട്. ഒറ്റ കൂട്ടരോട് മാത്രമാണ് പോയി സൂയിസൈഡ് ചെയ്യാനായിട്ട് യേശു പറയുന്നത്. ആത്മഹത്യ ചെയ്യാൻ യേശു പറയുന്നത് ഒരൊറ്റ മേഖലയിലുള്ള ആളുകളോടാണ്. അതേതാണ്? കൊടിയ പാപികളോടല്ല, മറിച്ച് ഇടർച്ചയുമായിട്ട് വരുന്ന, ഒരു കുടുംബം തകർക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, ഒരു സമൂഹത്തെ തകർക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, ഒരു കൂട്ടായ്മയെ തകർക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, ഒരു ഇടവകയെ തകർക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, ഒരു സഭാ സമൂഹത്തെ തകർക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, ഇടർച്ചയുമായിട്ട് വരുന്ന ദുരാത്മബാധിതരായ ആളുകളോട് യേശു പറയുകയാണ്, നിങ്ങൾ പോയി തൂങ്ങിച്ചത്തോളാൻ. അതായത് യേശു പറയാണ്, ഒരു തിരികല്ലിൽ കഴുത്ത് കെട്ടി അതിന്റെ അറ്റത്ത് ഒരു കയറ് കെട്ടി കഴുത്തിൽ കെട്ടിയിട്ട് ആ കല്ലെടുത്ത് എവിടെ എറിയാനാ പറയുന്നത്? സമുദ്രത്തിൽ എറിയുക. സമുദ്രത്തിൽ എറിയുമ്പോ കല്ലിൽ കെട്ടിയ കയറിന്റെ ഇങ്ങേയറ്റം എവിടെയാണ്? അവന്റെ കഴുത്തിലാണ്. അവന് എവിടെ പോയി ചാടണം? സമുദ്രത്തിൽ വീണ് അവന് മരിച്ചോളാനാണ് പറയുന്നത്. കാരണം അത്രമേൽ ശിക്ഷാവിധി ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകുമെന്ന് യേശു പഠിപ്പിക്കുകയാണ്. ഇത് പരീശന്മാർക്ക് എതിരായിട്ടുള്ള ഒരു സംസാരം കൂടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് യേശു പറയുകയാണ്, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. അപ്പോ യേശു ഏതാത്മാവിലാണ് ഭൂതങ്ങളെ പുറത്താക്കിക്കൊണ്ടിരുന്നത്? ദൈവത്തിന്റെ ആത്മശക്തിയാലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് മനസ്സിലായിട്ടും അത് മനസ്സിലാക്കാത്ത രീതിയിൽ പെരുമാറുന്ന വ്യക്തികളെ നമുക്ക് ഇവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും. അതായത് അവർക്കറിയാമായിരുന്നു യേശു ദൈവത്താൽ ഐക്യപ്പെട്ടവനാണെന്നും യേശു ദൈവാത്മാവിലാണ് ഈ ശുശ്രൂഷകളെല്ലാം നടത്തുന്നതെന്നും ആർക്കറിയാമായിരുന്നു? ഈ പരീശന്മാർക്ക് അറിയാമായിരുന്നു. അതിന്റെ തെളിവാണ് നിക്കോദിമോസ് വന്ന് യേശുവിന്റെ അടുക്കൽ വന്ന് പറയുന്നുണ്ട്, നീ ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ നിക്കോദിമോസും അതുപോലെ തന്നെ അരിമത്യക്കാരൻ യൗസേപ്പും അല്ലാതെ യേശുവിനെ ആരും സ്വീകരിക്കുന്നില്ല. അറിഞ്ഞിട്ടും യേശുവിനെ ധിക്കരിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പിന്നീട് യേശു തമ്പുരാൻ 31 വാക്യം മുതൽ വലിയൊരു തിരിച്ചറിവ് തരികയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. എന്നിട്ട് പിന്നീട് യേശു പറയുന്നു, ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും, പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല. അതായത് കുമ്പസാരിച്ചാൽ പോലും ക്ഷമ കിട്ടാത്ത പാപമാണ്, അനുദപിച്ചാൽ പോലും ക്ഷമ കിട്ടാത്ത പാപമാണ് പരിശുദ്ധാത്മാവിന് വിരോധമായിട്ടുള്ള സംസാരം. ഇപ്പൊ എന്താ പരിശുദ്ധാത്മാവിന് വിരോധമായിട്ടുള്ള സംസാരം എന്ന് നമുക്കറിയോ? നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദൂഷണങ്ങളും, എല്ലാ പരദൂഷണങ്ങളും, എല്ലാ ദുഷ്കൃത്യം സംസാരിക്കുന്നതും എന്ത് ചെയ്യണം? അവസാനിപ്പിക്കണം. അതുകൊണ്ടാണ് ഈ 36 വാക്യം ഒന്ന് വായിച്ചേ. 36 വാക്യം. ദുഷ്ടനു മുന്നിൽ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനും
എന്താണ്? ന്യായവിധിത്തിൽ ന്യായവിധി ദിവസം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് യാക്കോബ് ശ്ലീഹായിലൊക്കെ ഇതിന് മുന്നേയും ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ളതാണ്. നാവിന്റെ നിയന്ത്രണത്തെ പറ്റി വേദപുസ്തകത്തിൽ ശക്തമായ രീതിയിൽ താക്കീത് തരുന്നുണ്ട്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3-ാം അധ്യായത്തിലും എഫേസ്യ ലേഖനം 4-ഉം 5-ഉം അധ്യായങ്ങളിലും എല്ലാം നാവിന്റെ ദുർവിനിയോഗത്തെ നിയന്ത്രിക്കണമെന്ന് ശക്തമായ രീതിയിൽ കർത്താവ് താക്കീത് തരുന്നുണ്ട്. 15-ാം സങ്കീർത്തനത്തിൽ കർത്താവേ, നിന്റെ രാജ്യത്ത് ആര് പ്രവേശിക്കുമെന്നുള്ള ചോദ്യത്തോടു കൂടെ ആരംഭിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അതിലൊരു കാര്യം എങ്ങനെയാണ്? നാവ് കൊണ്ട് കുരള പറയാത്തവര് എന്ന് പറയുന്നുണ്ട്. സദൃശവാക്യം 6-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം വെറുക്കുന്ന 6 കാര്യങ്ങൾ, ദൈവം അറയ്ക്കുന്ന 7 കാര്യങ്ങൾ എന്ന് പറഞ്ഞ് 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്തെ ഒരു കാര്യമാണ്, ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണ് വ്യാജമുള്ള അധരം. അതായത് ഏഷണെ പറഞ്ഞും പരദൂഷണം പറഞ്ഞും വെറുപ്പ് പറഞ്ഞും വിദ്വേഷം പറഞ്ഞും മലിനത പറഞ്ഞും നടക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. പ്രിയപ്പെട്ടവരെ, എഫേസ്യർ 4-ാം അധ്യായം എടുക്കാമോ? എഫേസ്യർ 4-ന്റെ 29-ഉം 30-ഉം വായിച്ചേ. എഫേസ്യർ 4, 29, 30. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മിക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വായിൽ നിന്ന് ആകാത്ത വാക്കുകൾ വന്നാൽ അത് ആർക്കാ വേദന കൊടുക്കുന്നത്? ആരെ അത് വേദനിപ്പിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന് അത് വേദനയാണ്. നമ്മുടെ നാവ് തെറ്റായ വിധത്തിൽ ദുർവിനിയോഗം നടത്തുന്നത്. അത് പരദൂഷണമായിക്കൊള്ളട്ടെ, ദൈവദൂഷണമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മലിനത പറയുന്നതായിക്കൊള്ളട്ടെ, മറ്റുള്ളവനെ പരിഹസിക്കുന്നതായിക്കൊള്ളട്ടെ, നാവ് കൊണ്ട് ചെയ്യുന്ന എല്ലാ തിന്മകളും എവിടെ ചെന്നെത്തുന്നുണ്ട്? പരിശുദ്ധാത്മാവിലേക്ക് ചെന്നെത്തുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ വായിച്ച എന്തായിരുന്നു? പരിശുദ്ധാത്മാവിന് സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാവ് നന്നായിട്ട് കൺട്രോൾ ചെയ്ത് പോകണം. ഇത് അതുകൊണ്ടാണ് ന്യായവിധി ദിവസം. മറ്റ് എത്രയോ കൊടിയ പാപങ്ങളുണ്ട്, പക്ഷെ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, ന്യായവിധി ദിവസം മനുഷ്യർ പറയുന്ന നിസ്സാര വാക്കുകൾക്കെല്ലാം കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് കുറ്റം പറഞ്ഞതും പരദൂഷണം പറഞ്ഞതും ഏഷണി പറഞ്ഞതും അതുപോലെ മ്ലേച്ഛത പറഞ്ഞതും അശുദ്ധി പറഞ്ഞതും മറ്റുള്ളവരെ പറ്റി അനാവശ്യം പറഞ്ഞ് പരത്തിയതും എല്ലാം എവിടെ കണക്ക് കൊടുക്കേണ്ടി വരും? ന്യായവിധി ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് കർത്താവിന്റെ ആത്മാവ് പറയാണ്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ഒന്നും അരുത്. അതായത് നമ്മുടെ സംസാരം കേൾക്കുമ്പോൾ ഒരാളുടെ ആത്മീയ ജീവിതം വളരണം, അങ്ങനെയുള്ള സംസാരങ്ങളാകണം. പക്ഷെ നമ്മൾ 4 പേര് കൂടുമ്പോൾ എന്താ ചെയ്യുന്നത്? 5ാമത് ഒരാളെ പറ്റിയുള്ള കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്ത് സംഭവിക്കുന്നത്? ആത്മീയ വർധനയല്ല സംഭവിക്കുന്നത്, ഉള്ള ആത്മീയ നിറവ് കൂടെ നഷ്ടപ്പെടുന്ന സംസാര രീതികളാണ് നമ്മളിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. പിന്നീട് 38 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ അവനോട്, ഗുരു, നീ ഒരു അടയാളം ചെയ്ത് കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നുവെന്ന് പറഞ്ഞു. അതായത് പുറകെ നടന്ന് ഈ അടിയെല്ലാം ഏറ്റുവാങ്ങിയിട്ട് അവസാനം പിന്നെ പറയുകയാണ്, കർത്താവെ, നീ ഒരു അടയാളം കാണിക്കുക, അങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കാം, നീ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാം. യേശു അവരെ വീണ്ടും നിശിതമായിട്ട് വിമർശിക്കുകയാണ്. ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോന പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. അതായത് യോന 3 ദിവസം മത്സ്യത്തിന്റെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. അതായത് യേശുവിന്റെ മരണത്തെ പറ്റിയും യേശു 3 ദിവസം കഴിഞ്ഞ് ഉദ്ധാനം ചെയ്യുന്നതിനെ പറ്റിയുള്ള സൂചനകൾ യേശു അവർക്ക് കൊടുക്കുകയാണ്. ഇത് ഈ ഒരടയാളമാണ് നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ എന്ന് യേശു അവരോട് പറയുകയാണ്. പിന്നീട് പറയുന്നു, നിനിവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ.
ഇതാ ഇവിടെ യോനായിലും വലിയവൻ. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, യോന നിനിവേയിൽ ചെന്ന് ദൈവത്തിന്റെ വാക്കുകൾ ജനത്തോട് പറയുമ്പോ അവര് രാജാവ് മുതൽ അടിമ വരെയുള്ള ആളുകൾ ഉപവാസമെടുത്തും ചാക്ക് ധരിച്ച് വെണ്ണീറിൽ ഇരുന്ന് അവര് ദൈവസന്നിധിയിൽ നിലവിളിച്ച് പാപപൂർത്തിക്ക് വേണ്ടി ദൈവത്തോട് അനുതാപവാക്യങ്ങളോടുകൂടെ ദൈവത്തോട് മാപ്പപേക്ഷിക്കുക. പക്ഷേ ഇതാ യോനായേക്കാൾ വലിയവൻ, ദൈവപുത്രൻ, ദൈവം തന്നെ ഇറങ്ങി വന്ന് ഈ ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയിക്കുമ്പോ ദൈവത്തോട് കലഹിക്കുന്ന ഒരു ജനത്തെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ്, ന്യായവിധിയിൽ നിനിവായ്ക്കാർ ഈ ജനത്തെ, അതായത് യേശുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, യേശുവിന്റെ വചനം ശക്തമായിട്ട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെ ആര് കുറ്റം വിധിക്കുന്ന പറയുന്നത്? നിനിവാജനം കുറ്റം വിധിക്കും. കാരണം എന്താ? അവര് നിസ്സാരം യോന എന്നൊരു പ്രവാചകൻ വന്ന് പറയുമ്പോ അവരനുദപിച്ച് മാനസാന്തരപ്പെട്ടു. എന്നാൽ ദൈവപുത്രൻ ഇറങ്ങി വന്നിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? മാനസാന്തരപ്പെടുന്നില്ല. എന്നിട്ട് പിന്നീട് യേശു പറയുകയാണ്, ഇത് തെക്കേ 42-ാമത്തെ വാക്യം, തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ. ഇതാ ഇവിടെ ശലോമോനിലും വലിയവൻ. അതായത് ശലോമോന്റെ കാലഘട്ടത്തിൽ ഒരു ശേബ രാജ്ഞി തെക്കേ ദേശത്ത് നിന്ന് വരികയാണ്. വരുന്നത് എന്താന്ന് ചോദിച്ചാൽ, ശലോമോന്റെ വായിൽ നിന്ന് വരുന്ന ജ്ഞാനവചനങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് ഈ രാജ്ഞി വന്നത്. അത് കേട്ട് അവള് ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടാണ് അവള് മടങ്ങിപ്പോകുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ശലോമോനെക്കാട്ടിലും വലിയവനായ ദൈവപുത്രൻ ഇറങ്ങി വന്നിട്ടും ഈ ജനം എന്ത് കേൾക്കുന്നില്ല? ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കുന്നില്ല. അതേസമയം വിജാതീയര് യേശുവിന്റെ വാക്ക് കേട്ട് വിശ്വസിച്ച് യേശുവിന്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുക. പാപികളെന്ന് മുദ്രകുത്തി ഈ പരീശന്മാരും സാധുക്യരും മാറ്റി നിർത്തിയ ചുങ്കക്കാരും വേശ്യാസ്ത്രീകളുമെല്ലാം മാനസാന്തരപ്പെട്ട് യേശുവിന്റെ പിന്നാലെ നടക്കുകയാണ്. അപ്പോഴാണ് വേദപുസ്തകം കഷത്ത് വെച്ചിട്ട് ഞങ്ങള് വേദപണ്ഡിതന്മാരാണെന്ന് പറഞ്ഞ് ഈ വേദപുസ്തകത്തിലെ വചനങ്ങളുടെ ഒരു ചൈതന്യവും ജീവിതത്തിൽ ഇല്ലാതെ ഭക്തിയുടെ വേഷം കെട്ടി ഉള്ളിൽ ആന്തരികമായിട്ട് തിന്മ കൊണ്ട് നിറഞ്ഞ മനുഷ്യരായി ജീവിക്കുക. അപ്പോഴാണ് യേശു പറയുന്നത്, ഇതാ ഈ ശേബാരാജ്ഞി അന്ത്യന്യായവിധി ദിവസം വന്ന് നിങ്ങളെ കുറ്റം വിധിക്കുമെന്ന് പറയുകയാണ്. അതിനുശേഷം പിന്നീട് യേശു തമ്പുരാൻ 43 മുതലുള്ള വാക്യങ്ങളിൽ അശുദ്ധാത്മാവിന്റെ ഒരു മനുഷ്യനിൽ നിന്ന് പുറപ്പെട്ടു പോയി പിന്നെയും ആ മനുഷ്യനിലേക്ക് വരുന്നതിനെ പറ്റിയൊക്കെ ഒരു കാര്യമാണ് എഴുതി വെക്കുന്നത്. അതൊന്ന് വായിക്കാമോ? 43 മുതലുള്ള വാക്യങ്ങൾ, 43 മുതൽ 45 വരെ. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോകുന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്നവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും. ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് വളരെ ഇത് യേശു പറയുന്നതാണ്. യേശുവിനാണ് അശുദ്ധാത്മാവ് ഒരു മനുഷ്യനിൽ കയറുന്നതും ഇറങ്ങിപ്പോകുന്നതും ഒക്കെ യേശുവിനാണ് നന്നായിട്ട് അറിയുന്നത്. അതുകൊണ്ട് യേശു പറയുന്നതിനെ നമ്മൾ കണ്ണും പൂട്ടി വിശ്വസിക്കണം. യേശു പറയുകയാണ്, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങൾ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. അപ്പോ ഒരു മനുഷ്യനിൽ അശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ആ മനുഷ്യനിൽ നിന്ന് അശുദ്ധാത്മാവ് വിട്ടുപോകണമെങ്കിൽ എന്തായിരിക്കും ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ടാകുക? ആ മനുഷ്യൻ അനുദപിച്ചിട്ടുണ്ടാവാം. ആ മനുഷ്യൻ ചെയ്ത പാപം അനുദപിച്ച് അദ്ദേഹം ദൈവ വഴികളിലേക്ക് തിരിഞ്ഞിരിക്കാം. പ്രാർത്ഥന കൊണ്ടും വചനം കൊണ്ടും ഒരു മനുഷ്യൻ നിറയുമ്പോൾ അവനിലുള്ള അശുദ്ധാത്മാക്കൾ വിട്ടുപോകും. അങ്ങനെ വിട്ടുപോകുന്ന ഒരു സാഹചര്യത്തെ പറ്റിയാണ് യേശു ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ നോമ്പൊക്കെ തുടങ്ങുമ്പോൾ, വലിയ നോമ്പൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒത്തിരി ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യും. പ്രാർത്ഥന കൂട്ടും, നന്നായിട്ട് വേദപുസ്തകം വായിക്കാൻ തുടങ്ങും, കുമ്പസാരിക്കും, പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കും. ഈ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും? ഈ സാഹചര്യത്തിൽ ദുരാത്മ പീഡകൾ അല്ലെങ്കിൽ ദുഷ്ടാത്മാവിന്റെ സാന്നിധ്യം നമ്മളിൽ നിന്ന് മാറിപ്പോകും. ലോകത്തിന്റെ വെളിച്ചമായ യേശു ചങ്കിനകത്ത് വന്നാൽ പിന്നെ
അന്ധകാരത്തിന് അവിടെ നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, നോമ്പ് കഴിഞ്ഞാലോ? നോമ്പ് കഴിഞ്ഞാൽ പിന്നീട് യേശുവും ഇല്ല, വിശുദ്ധ കുർബാനയും ഇല്ല, പിന്നെ കുമ്പസാരവും ഇല്ല, പിന്നെ വിശുദ്ധ ജീവിതവും ഇല്ല, പിന്നെ തോന്നിയതുപോലെയുള്ള ജീവിതം. അപ്പൊ അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഞാൻ പുറപ്പെട്ടു പോന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചു വാരി അലങ്കരിച്ചതുമായിട്ട് കാണും. അതായത് നോമ്പൊക്കെ എടുത്ത് നല്ല ഭംഗിയായിട്ട് ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ദൈവാത്മാവ് ഇപ്പൊ ഇല്ല. കാരണം നോമ്പ് കഴിഞ്ഞതോടുകൂടെ തിന്മകളിൽ മുഴുകാൻ തുടങ്ങി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അടിച്ചു മാറി സാത്താന് വേണ്ടി നല്ല വിരിച്ചൊരുക്കി അലങ്കരിച്ചിട്ടിരിക്കുന്നതായിട്ട് സാത്താൻ കാണുകയാണ്. പിന്നീട് യേശു പറയുകയാണ്, പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അതായത് ആദ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, നോമ്പെടുക്കുന്നതിന് മുമ്പേ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നോമ്പ് കഴിഞ്ഞതോടുകൂടെ പിന്നെന്താ സംഭവിക്കുന്നത്? എല്ലാം ഇറങ്ങിപ്പോയെങ്കിലും പിന്നീട് ജീവിതത്തെ അങ്ങനെ തന്നെ വിശുദ്ധിയിലും നന്മയിലും ദൈവഭക്തിയിലും കാത്തു സൂക്ഷിക്കാതെ പിന്നെ തിന്മയിൽ മുഴുകാൻ തുടങ്ങുമ്പോ എന്താ സംഭവിക്കുന്നത്? പിന്നീട് തന്നിലും ശക്തിയേറിയ 7 ദുരാത്മാക്കളെ കൂടെ കൊണ്ടുവരികയാണ്. അത് എന്നിട്ട് അവസാനം പറയുകയാണ്, അവന്റെ സ്ഥിതി ആദ്യത്തേതിനെക്കാട്ടിലും വല്ലാത്ത വഷളായ ഒരു സ്ഥിതിയുമായി മാറ്റപ്പെടുമെന്ന് യേശു പറയുകയാണ്. അങ്ങനെ ഈ ദുഷ്ടതലമുറയ്ക്കും സംഭവിക്കുമെന്ന് യേശു പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിക്കുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പിശാച് കയറി നാശം വിതച്ച് യഹൂദന്മാർക്ക് എല്ലാ വിധത്തിലും തകർച്ചകൾ വരുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിന്റെ അമ്മയും സഹോദരന്മാരും യേശുവിനോട് സംസാരിക്കാനുള്ള ആഗ്രഹത്തോടുകൂടെ യേശു ആയിരിക്കുന്നിടത്ത് വന്ന് യേശു വചന ശുശ്രൂഷ നടത്തുന്ന ഒരു സാഹചര്യമായിരിക്കാം. യേശുവിന്റെ അടുത്ത് ചെല്ലാൻ പറ്റാതിരിക്കുമ്പോൾ അത് യേശുവിനെ ഒന്ന് അറിയിക്കാൻ പറയുന്നു. അപ്പോൾ അവരാരൊക്കെയോ ചെന്ന് യേശുവിനോട് പറയുന്നുണ്ട്, ഒരുത്തൻ അവനോട് നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നുവെന്ന് പറഞ്ഞു. അപ്പൊ യേശു എന്താ മറുപടി പറയുന്നത്? യേശു എന്താ മറുപടി പറയുന്നത്? അതിന്റെ തൊട്ട് താഴെ ഒന്ന് വായിച്ചാൽ മതി. യേശു പറയുന്ന മറുപടി എവിടെ എഴുതി വെക്കുന്നുണ്ട്, വായിക്കാമോ? എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു എന്ന് പറഞ്ഞു. അതായത് ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി. ആദ്യം അങ്ങനെയാണ്, തന്റെ ചുറ്റുമിരിക്കുന്ന വചനം കേൾക്കാനായിട്ട് വന്നിരിക്കുന്ന ശിഷ്യന്മാർ, യേശുവിന്റെ ഫോളോവേഴ്സിനെ കർത്താവ് ചുറ്റും കൈ നീട്ടിയിട്ട് പറയുകയാണ്, ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും. അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നുവെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇത് നവീന സുവിശേഷകന്മാര് വളച്ചൊടിച്ച് കന്യക മറിയാമിന് ഒരു വിലയില്ല എന്ന് വരുത്തി തീർക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ സൂക്ഷ്മമായിട്ട് നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ യേശു തന്റെ അമ്മയെ മഹത്വപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. യേശു എന്താ പറയുന്നത്? സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം 100% പൂർത്തീകരിച്ച ഒരു വ്യക്തിയാണ് ആര്? യേശുവിന്റെ പരിശുദ്ധ അമ്മ. കാരണം ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ജീവിതത്തെ സമർപ്പിക്കുന്ന ആ സാഹചര്യത്തിൽ അവർക്ക് മുമ്പിൽ എന്താ ഉണ്ടായിരുന്നത്? മരണമാണ് ഉണ്ടായിരുന്നത്. കാരണം ഒരു വിവാഹ സ്പർശമേൽക്കാത്ത ഒരു കന്യക ഗർഭിണിയായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവളെ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള അനുമതി ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ദൈവാത്മാവിലൂടെ ദൈവപുത്രനെ തന്റെ ഉദരത്തിൽ വഹിക്കാനായിട്ട് തന്നെ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ അമ്മയെ യേശു ഇവിടെ നന്നായിട്ട് മഹത്വപ്പെടുത്തുകയാണ്. അവളെ കുറച്ച് കാണിക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ മാതാവിനെ ദൈവം ആദരിച്ചെങ്കിൽ തീർച്ചയായിട്ടും ആദരിക്കണം, നമ്മളും ആദരിക്കണം. എന്നെ ആദരിക്കുന്നവനെ ഞാൻ ആദരിക്കും. അതായത് ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും ദൈവം ആദരിച്ചവരെയും ആദരിച്ചു കഴിഞ്ഞാൽ അവരെ ആരാദരിക്കും? ദൈവം ആദരിക്കും. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വചനമാണ്. അതോടുകൂടെ ഈ 12-ാം അധ്യായം അവസാനിക്കുകയാണ്. അടുത്തത് നമ്മള് സങ്കീർത്തനം ഇതിന്റെ കൂടെ പഠിച്ചു പോകുന്നുണ്ടല്ലോ. സങ്കീർത്തനം 42 കഴിഞ്ഞ ആഴ്ച.
ഈ ആഴ്ച 43-ാം സങ്കീർത്തനമാണ്. അത് 2 ഭാഗമായിട്ട് തിരിക്കാം. 1 മുതൽ 2 വരെയുള്ള ഭാഗത്ത് നീതി നടത്തി തരുവാനുള്ള അപേക്ഷ ദൈവത്തോട് നടത്തുന്നതാണ്. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ പ്രകാശം കൊണ്ടും സത്യം കൊണ്ടും നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനുമുള്ള ഒരു അവസ്ഥയിലേക്ക് തന്നെ എത്തിക്കണമേ എന്നുള്ള യാചനയാണ് സങ്കീർത്തനക്കാരൻ നടത്തുന്നത്. അതിലെ 1ഉം 2ഉം വാക്യങ്ങളൊന്ന് വായിച്ചേ. 43-ാം സങ്കീർത്തനം 1ഉം 2ഉം വാക്യങ്ങൾ. ദൈവമേ എനിക്ക് ന്യായം ഭക്തികെട്ട ജാതിയോട് എന്റെ വ്യവഹാരം നടത്തണമേ. വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യങ്കിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നീ എന്റെ ശരണമായ ദൈവമല്ലോ. നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നുണ്ട്. എന്റെ ശത്രുവിന്റെ ഉപദ്രവ ഹേതുവായി ഞാൻ നടക്കേണ്ടി വന്നതും എന്ത്? അതായത് ദൈവമേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഭക്തികെട്ട ജാതിയോടെ എന്റെ വ്യവഹാരം നടത്തണമേ. അതായത് നീതി നടത്തി കിട്ടാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ ഏതെങ്കിലും ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ നേരിട്ടിരുന്ന കാലഘട്ടത്തിൽ ഈ സങ്കീർത്തനക്കാരൻ നടത്തിയതായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വേദനകളോ പ്രയാസങ്ങളോ പരിഹാസങ്ങളോ നിന്ദനങ്ങളോ ഏറ്റുകൊണ്ടിരുന്ന നാളുകളിൽ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ എനിക്ക് നീതി നടത്തി തരണമേ. എന്റെ എനിക്കെതിരെ പ്രവർത്തിക്കുന്ന ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ. ദൈവത്തിന്റെ പ്രകാശവും ദൈവത്തിന്റെ സത്യവും. പഴയ നിയമത്തിൽ അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ പ്രകാശവും സത്യമാണ്. പുതിയ നിയമത്തിൽ നമ്മൾ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രകാശവും ദൈവത്തിന്റെ സത്യവും എന്താണ്? അത് യേശുവാണ്. അതായത് യേശു തന്നെ പറയുന്നുണ്ട്, ഞാൻ ഈ ലോകത്തിന്റെ വെളിച്ചമാണ്. ദൈവത്തിന്റെ വെളിച്ചം യേശുവാണ്. പിന്നീട് പറയുകയാണ്, ഞാനാണ് വഴിയും സത്യവും ജീവനും. യേശു പറഞ്ഞതാണ്. അപ്പൊ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ യേശുവിനെ എന്റെ ജീവിതത്തിലേക്ക് അയച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ്. പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും മൈക്ക് ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ദയവായി മൈക്ക് ഓഫ് ചെയ്ത് വെക്കണമേ. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, യേശു എന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്റെ ദൈവമേ കിന്നരം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും. പിന്നീട് പറയുകയാണ്, എന്റെ ദൈവത്തിന്റെ പീഠത്തിങ്കിലേക്ക്, എന്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ഞാൻ ചെല്ലും. ദൈവത്തിലേക്ക് ഈ സത്യവും ഈ വെളിച്ചവും എന്നിൽ നിറയുമ്പോ കർത്താവെ നിന്റെ ബലിപീഠത്തോട് ചേർന്ന് നിന്ന് നിന്നെ ആരാധിക്കുന്ന വ്യക്തിയായി ഞാൻ മാറുമെന്ന് അദ്ദേഹം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പിന്നീട് എന്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ദൈവത്തിൽ പ്രത്യാശ വെക്കാനുമായിട്ട് സ്വന്തം മനസാക്ഷിയോട് അന്തരാത്മാവിനോട് പറയുകയാണ്, ദൈവത്തിൽ പ്രത്യാശ വെക്ക്, നിരാശപ്പെടരുത്. ദൈവം നിനക്ക് പ്രകാശം തരും, ദൈവം നിന്നെ വിശുദ്ധിയിലേക്ക് നയിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിന്റെ ശത്രുക്കൾക്ക് മേൽ നിനക്ക് വിജയം തരുമെന്ന് സ്വന്തം ഹൃദയത്തോട് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അദ്ദേഹം ആശ്വാസം കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ്. വളരെ ചെറിയൊരു സങ്കീർത്തനമാണ്, 5 വാക്യങ്ങളുള്ള ഒരു സങ്കീർത്തനമാണ്. ഇതിലൂടെ ദൈവത്തോട് നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകാനായിട്ടുള്ള പ്രാർത്ഥന നടത്താനും അതുപോലെ തന്നെ ഈ അവസ്ഥകൾക്കൊക്കെ മാറ്റം തരാൻ ദൈവം ശക്തനാണെന്നുള്ള വലിയൊരു വിശ്വാസം ത്തിന്റെ പ്രചോദനവും ഒക്കെ ഈ സങ്കീർത്തനം നമുക്ക് തരുന്നുണ്ട്. 43-ാം സങ്കീർത്തനം ഇതോടുകൂടെ അവസാനിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായവും 43-ാം സങ്കീർത്തനവും ദൈവാത്മാവിൽ ശരണപ്പെട്ട് ഇന്ന് പഠിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞല്ലോ. ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമീൻ. കാരുണ്യവാനായ ദൈവമേ, അനുഗ്രഹീതമായ ഒരു സന്ധ്യ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ദാനമായിട്ട് നൽകിയ നാഥ, അങ്ങയുടെ തിരുവചനത്തിന്റെ വെളിച്ചത്തിന്റെ കീഴിലായിരിക്കുവാൻ ദൈവമേ നൽകിയ വലിയ കൃപയ്ക്ക് അങ്ങേക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ച വചനങ്ങൾ പ്രകാരം ജീവിക്കുവാൻ, ആ വചനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ.
യേശുവിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് നടന്നിരുന്ന പരീശന്മാരെ കർത്താവ് തിരുത്താൻ പരിശ്രമിക്കുന്നെങ്കിലും അവര് ദൈവമേ സ്വയം തിരുത്തപ്പെടാൻ ആഗ്രഹിക്കാതെ ആര് തിരുത്തുവാൻ പരിശ്രമിച്ചോ അവനെ നശിപ്പിക്കുവാനായിട്ട് അവർ പരിശ്രമിച്ചു കൊണ്ടിരുന്നു. ദൈവമേ, ഇതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ തിരുത്തലുകളും അതുപോലെ തന്നെ തെറ്റായ വശങ്ങളും മാറ്റുവാനുള്ള ആഹ്വാനമായിട്ട് കടന്നു വരുന്നവരുടെ ആഹ്വാന ശബ്ദം കേട്ട് മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. അല്ലാതെ അതിനെതിരായി ചിന്തിച്ച് സ്വന്തം ആത്മാവിനെ അഗ്നി നരകത്തിലേക്ക് തള്ളിയിടുന്ന പരീശന്മാരെ പോലെയുള്ള വ്യക്തികളായി മാറാതെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കും ന്യായവിധി ദിവസം കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ ദൈവമേ. അതുകൊണ്ട് നാവ് നിയന്ത്രിച്ച് ഈ നാവ് കൊണ്ട് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുവാൻ തക്ക വിധം നല്ല വാക്കുകൾ, ദൈവവചനങ്ങൾ, ആശ്വാസ വചനങ്ങൾ, ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന വചനങ്ങൾ, പ്രചോദനം കൊടുക്കുന്ന വചനങ്ങൾ പറയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. മലിന വാക്കുകളും അശുദ്ധ വാക്കുകളും ദൈവമേ വെറുപ്പ് പരത്തുന്ന വാക്കുകളും വിദ്വേഷങ്ങളും ദൂഷണങ്ങളും ദൈവമേ ഏഷണി പറച്ചിലും എല്ലാം ഉപേക്ഷിക്കുവാൻ അങ്ങയുടെ ആത്മാവിൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, അവിടുത്തെ ചൈതന്യത്തിൽ നിറഞ്ഞ് ജീവിത വിശുദ്ധിയുള്ളവരായി പ്രകാശത്തിന്റെ മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത് പോലെ നിന്റെ വെളിച്ചവും നിന്റെ സത്യവും, അതായത് യേശുവിനെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അയച്ചു തന്ന് മറ്റൊരു യേശുവായി ലോകത്ത് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ ആമീൻ. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വചന ശുശ്രൂഷ അവസാനിച്ചിരിക്കുന്ന എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു.